നമസ്കാരം, റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം, മാഹാത്മ്യം എന്നിവയെക്കുറിച്ചും അത് ലോകസമക്ഷം എത്തിയത് ആരിലൂടെയാണെന്നും നമുക്ക് മനസ്സിലാക്കാം. മന്ത്രങ്ങളിൽ വെച്ച് സർവശ്രേഷ്ഠമായി കരുതുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഗായത്രി എന്ന വാക്കിന്റെ അർത്ഥം ഗായന്തം ത്രായതേ ഇതി ഗായത്രി എന്നാണ്. അതായത് ഗാനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതെന്തോ അത് ഗായത്രി. ചുരുക്കി പറഞ്ഞാൽ ചൊല്ലുന്നവനെ രക്ഷിക്കുന്ന മന്ത്രമാണ് ഗായത്രി എന്ന് പറയാം. വിശ്വം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് ഈ മന്ത്രം. സവിതാവിനോടുള്ള പ്രാർത്ഥനയായതിനാൽ ഈ മന്ത്രം സവിത മന്ത്രം എന്നും അറിയപ്പെടുന്നു. സവിതാവ് സൂര്യഭഗവാനാണ്. ഗായത്രി മന്ത്രം രചിച്ചിരിക്കുന്നത് ഗായത്രി എന്ന ഛന്ദസ്സിലാണ്. ഛന്ദസ്സിന്റെ പ്രശസ്തി അതുപയോഗിച്ചെഴുതിയ മന്ത്രത്തിലേക്ക് ആവാഹിച്ചപ്പോൾ മന്ത്രത്തിന്റെ പേര് ഗായത്രി എന്നായി. ഏതൊരു മന്ത്രത്തിനും ഋഷി, ഛന്ദസ്, ദേവത എന്നിവയുണ്ടാവും. ഈ മന്ത്രത്തിന്റെ ഋഷി വിശ്വാമിത്ര മഹർഷിയും ഛന്ദസ് ഗായത്രിയും ദേവത സവിതാവുമാണ്. എല്ലാ മന്ത്രങ്ങളുടെയും മാതാവായാണ് ഗായത്രി മന്ത്രത്തെ കരുതുന്നത്. അതിനാൽ ഏതു മന്ത്രജപത്തിന് മുൻപും ഗായത്രി മന്ത്രം ജപിക്കണമെന്നാണ് പറയുന്നത്. ഇനി ഗായത്രി മന്ത്രവും ലളിതമായ രീതിയിൽ മന്ത്രത്തിന്റെ അർത്ഥവും നമുക്ക് മനസ്സിലാക്കാം. മന്ത്രം ഇതാണ്: ഓം ഭുർ ഭുവഃ സ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോനഃ പ്രചോദയാത്. സർവശ്രേയസ്സുകൾക്കും നിദാനമായ ബുദ്ധിയുടെ പ്രചോദനമാണ് ഗായത്രി മന്ത്രത്തിലെ പ്രാർത്ഥനാ വിഷയം. ആദ്യം നമുക്ക് ഓരോ വാക്കുകളുടെയും അർത്ഥം അറിയാം. അതിനുശേഷം ലളിതമായ രീതിയിൽ മന്ത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കാം. ഓം പരബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന പുണ്യശബ്ദം. ഭുർ ഭുവ സ്വഹ ഭൂർലോകം, ഭുവർലോകം, സ്വർഗലോകം. തത് അത്, സവിതുഹു സൂര്യന്റെ, വരേണ്യം ശ്രേഷ്ഠമായ, ഭർഗഃ തേജസ്, ദേവസ്യ ദേവന്റെ, ധീമഹി ഞങ്ങൾ ധ്യാനിക്കുന്നു, ധിയഃ ബുദ്ധികളെ, യഹ യാതൊരു, നഹ നമ്മളെ, പ്രചോദയാത് പ്രകാശിപ്പിക്കട്ടെ. അതായത് മൂന്ന് ലോകത്തിനും പ്രകാശം നൽകുന്ന സൂര്യദേവന്റെ ശ്രേഷ്ഠമായ തേജസ്സിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ആ പ്രകാശം നമ്മുടെ ബുദ്ധികളെ പ്രകാശിപ്പിക്കട്ടെ എന്നാണ് അർത്ഥം. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്നാണ് അർത്ഥമാക്കുന്നത്. ജീവിതത്തിൽ സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ ബുദ്ധിമുട്ട് എന്ന് പറയാറുണ്ട്. ബുദ്ധിക്ക് മുട്ട് അഥവാ തടസ്സം നേരിടുക എന്നതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ബുദ്ധി പ്രചോദിതമായാലേ നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാനും അതുവഴി ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ. അതിന് ആവശ്യം ചെയ്യേണ്ടതും പറയേണ്ടതും ഉചിതമായ സമയത്ത് ചെയ്യുകയും പറയുകയും വേണം. അതുപോലെ നമ്മുടെ വാക്കും പ്രവൃത്തിയും ഉചിതമല്ലാത്ത സമയത്ത് ഉപയോഗിക്കാതിരിക്കാനുള്ള വിവേക ബുദ്ധിയും വേണം. ബുദ്ധി ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വിവേകത്തോടെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് ഗായത്രി മന്ത്രോപാസന ഉത്തമമാണ്. 24 അക്ഷരങ്ങൾ ചേർന്നതാണ് ഗായത്രി മന്ത്രം. ശാരീരികമോ മാനസികമോ വൈകാരികമോ ആയ ഏതു പ്രശ്നത്തിനുമുള്ള പ്രതിവിധിയായി ഗായത്രി മന്ത്രത്തെ കണക്കാക്കുന്നു. ഇനി ഗായത്രി മന്ത്രം എപ്പോഴൊക്കെ ജപിക്കാം എന്ന് നോക്കാം. മനസ്സിനും ചിന്തകൾക്കും ഉണർവ് നൽകുന്ന മന്ത്രമായതിനാൽ ഈ മന്ത്രം എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. എങ്കിലും ചില പ്രത്യേക സമയങ്ങളിൽ ജപിക്കുന്നത് കൂടുതൽ ഫലപ്രദമായി പറയുന്നുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഗായത്രി മന്ത്രം ജപിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠം. അല്ലാത്ത പക്ഷം സൂര്യോദയ സമയം, മധ്യാഹ്ന സമയം, സൂര്യാസ്തമയത്തിന് തൊട്ടു മുൻപുള്ള സായം സന്ധ്യാ സമയം ഇവയൊക്കെ ഗായത്രി മന്ത്ര ജപത്തിന് വളരെ ശുഭകരമായ സമയമായി കരുതുന്നു. ബുദ്ധിക്ക് ഉണർവ് നൽകുന്ന മന്ത്രമാണിതെന്നതുകൊണ്ട് തന്നെ ഏതു പ്രായത്തിലുള്ളവർക്കും ലിംഗഭേദമന്യേ മന്ത്രം ജപിക്കാവുന്നതാണ്. ഒരു ദിവസം 108 പ്രാവശ്യം ജപിക്കാൻ സാധിച്ചാൽ അതീവ പുണ്യവും മോക്ഷദായകവുമായി കരുതുന്നു. സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് ജീവിത തിരക്കിനിടയിൽ 108 പ്രാവശ്യം ഉരുവിടാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു സമയം കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും ഉരുവിടാൻ ശ്രമിക്കുക എന്നാണ് നിർദ്ദേശിക്കുന്നത്. എത്രത്തോളം പ്രാവശ്യം ജപിക്കുന്നുവോ അത്രയും പുണ്യം ലഭിക്കുമെന്നാണ് ആചാര്യന്മാർ ഉപദേശിക്കുന്നത്. എവിടെ ഇരുന്ന് വേണമെങ്കിലും മന്ത്രം ചൊല്ലാവുന്നതാണ്. ഉച്ചത്തിൽ ജപിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിശബ്ദമായിരുന്ന് ധ്യാനിക്കുന്നതിലൂടെയും പൂർണ്ണഫലം ലഭിക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്.
ക്ഷേത്രത്തിലിരുന്ന് മന്ത്രജപം നടത്തിയാൽ 4 ഇരട്ടി പുണ്യം ലഭിക്കുമത്രേ. എല്ലാ മന്ത്രങ്ങളിലും ശ്രേഷ്ഠമായ മന്ത്രമാണ് ഗായത്രി എന്നതുകൊണ്ട് ഗായത്രി മന്ത്രം കൂടാതെയുള്ള ഒരു മന്ത്രവും ഫലം തരില്ല എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഏത് പൂജയ്ക്കും ഹോമത്തിനും മന്ത്രജപത്തിനും മുൻപ് ഗായത്രി മന്ത്രം ജപിക്കണമെന്ന് സാരം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ തെറ്റുകൂടാതെ അർത്ഥം മനസ്സിലാക്കി ഏകാഗ്രതയോടെ ജപിക്കാൻ ശ്രമിക്കുക എന്നതാണ്. രാവിലെ ജപിക്കുന്നതിലൂടെ സരസ്വതി ദേവിയുടെ അനുഗ്രഹത്താൽ ജ്ഞാനവും, ഉച്ചയ്ക്ക് ജപിക്കുന്നതിലൂടെ ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ ദുരിതശാന്തിയും, സന്ധ്യാസമയത്ത് ജപിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ഐശ്വര്യവും ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. തേജസ്, യശസ്, വജസ് എന്നീ ശക്തികൾ ചേരുന്ന ഊർജ സ്രോതസ്സാണ് ഗായത്രി. ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ ഈ 3 ശക്തികളുടെയും അനുഗ്രഹം നമുക്കുണ്ടാകുന്നു എന്നാണ് വിശ്വാസം. ബുദ്ധി പ്രകാശിക്കുന്നതിലൂടെ മനഃശുദ്ധിയും മനോബലവും വർദ്ധിക്കുകയും നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും അതിലൂടെ ഐശ്വര്യം വർദ്ധിപ്പിക്കാനും ഗായത്രി ജപം സഹായിക്കും. ഋഗ്വേദത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഗായത്രി മന്ത്രം. 2500 മുതൽ 3500 വർഷങ്ങൾക്ക് മുൻപ് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടതാണ് ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്രം ചൊല്ലുന്നത് ചൊല്ലുന്നയാളിനെ മാത്രമല്ല കേൾക്കുന്നയാളിനെയും ശുദ്ധീകരിക്കുന്നു. അത്രയും പവിത്രമായ മന്ത്രമാണിത്. വിശ്വാമിത്ര മഹർഷിയിലൂടെയാണ് ഗായത്രി മന്ത്രം ലോകത്തിന് ലഭിച്ചത്. എങ്ങനെയാണ് രാജാവായിരുന്ന വിശ്വാമിത്രൻ ബ്രഹ്മർഷി പദത്തിന് അർഹനായതെന്നും മന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായ ഗായത്രി മന്ത്രം ലോകത്തിന് ഉപദേശിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചതെന്നും ചുരുക്കത്തിൽ മനസ്സിലാക്കാം. വിശ്വാമിത്രൻ ഒരു പുരാതന രാജവംശത്തിലെ രാജാവായിരുന്നു. കൗശികൻ എന്നായിരുന്നു ആദ്യകാല നാമം. ഒരു ദിവസം വിശ്വാമിത്രൻ തന്റെ സൈനികരോടൊപ്പം കാട്ടിൽ വേട്ടയ്ക്ക് പോയി. വേട്ടയ്ക്കിടെ ക്ഷീണിച്ചവശരായ വിശ്വാമിത്രനും പരിവാരങ്ങളും വസിഷ്ഠമുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. വസിഷ്ഠമുനി രാജാവിനെയും പരിവാരങ്ങളെയും സ്വീകരിച്ച ശേഷം അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും മറ്റും ഒരുക്കാൻ തുടങ്ങി. ഇത്രയും പേർക്കുള്ള ഭക്ഷണവും മറ്റും ഈ ആശ്രമത്തിൽ ഉണ്ടാവുമോ എന്ന് വിശ്വാമിത്രൻ വസിഷ്ഠമുനിയോട് ചോദിച്ചു. എന്താവശ്യപ്പെട്ടാലും നൽകുന്ന കാമധേനു എന്ന ദിവ്യമായ പശു വസിഷ്ഠമുനിയുടെ പക്കലുണ്ടായിരുന്നു. വസിഷ്ഠമുനിയുടെ ആവശ്യപ്രകാരം കാമധേനു ആശ്രമത്തിലെത്തിയ എല്ലാവർക്കുമുള്ള ആഹാരം നൽകി. ഇതു കണ്ട വിശ്വാമിത്രന് ആ പശുവിനെ സ്വന്തമാക്കണമെന്ന ആഗ്രഹമുണ്ടായി. വസിഷ്ഠമുനിയോട് ആ പശുവിനെ ആവശ്യപ്പെട്ടു. മുനി അതിന് വിസമ്മതിച്ചു. വിശ്വാമിത്രൻ തന്റെ സൈനികരോടൊപ്പം വസിഷ്ഠമുനിയോട് ഏറ്റുമുട്ടി. എന്നാൽ വസിഷ്ഠൻ തന്റെ തപശക്തി കൊണ്ട് വിശ്വാമിത്രനെ പരാജയപ്പെടുത്തി. പരാജയം ഏറ്റുവാങ്ങിയ വിശ്വാമിത്രൻ വസിഷ്ഠനെ തോൽപ്പിക്കാൻ തപശക്തി കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കി. രാജഭരണം ഉപേക്ഷിച്ച് വിശ്വാമിത്രൻ തപസ്സനുഷ്ഠിക്കാനായി പുറപ്പെട്ടു. കഠിനമായ തപസ്സനുഷ്ഠിച്ച വിശ്വാമിത്രന് പല തടസ്സങ്ങളും നേരിടുകയും തപസ്സിന് ഭംഗം വരികയും ചെയ്തു. എന്നാൽ ബ്രഹ്മർഷി സ്ഥാനത്തിന് യോഗ്യനാവണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച അദ്ദേഹം കോപത്തെയും ചഞ്ചലമായ മനസ്സിനെയും നിയന്ത്രണത്തിലാക്കി. 1000 വർഷത്തോളം കഠിന തപസ്സനുഷ്ഠിച്ചു. ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും വസിഷ്ഠമുനിയുടെ അനുഗ്രഹം വാങ്ങാൻ ഉപദേശിക്കുകയും ചെയ്തു. അപ്പോഴേക്കും തപശക്തിയാൽ കൗശികൻ എന്ന രാജാവിൽ നിന്നും വിശ്വാമിത്രനിലേക്ക് അദ്ദേഹത്തിന് പരിവർത്തനം സംഭവിച്ചിരുന്നു. തന്റെ തെറ്റുകൾ മനസ്സിലാക്കിയ വിശ്വാമിത്രൻ വസിഷ്ഠമുനിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അപ്പോൾ വിശ്വാമിത്രന് തന്റെ ശിരസിലൂടെ ഗായത്രി മന്ത്രത്തിന്റെ നിഗൂഢമായ ശബ്ദം കേൾക്കാൻ തുടങ്ങി. വിശ്വാമിത്രൻ ഗായത്രി മന്ത്രം ചൊല്ലാൻ ആരംഭിച്ചു. തുടർന്ന് വസിഷ്ഠമുനി അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ബ്രഹ്മർഷി എന്ന പദവി നൽകുകയും ചെയ്തു. അങ്ങനെയാണ് തപശക്തി കൊണ്ട് ബ്രഹ്മർഷി സ്ഥാനത്തിലെത്തിയ വിശ്വാമിത്ര മഹർഷിയിലൂടെ ശ്രേഷ്ഠമായ ഗായത്രി മന്ത്രം ലോകത്തിന് ലഭിച്ചതെന്നാണ് ഐതിഹ്യം. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും തടസ്സങ്ങൾ നീങ്ങുന്നതിനും ആപത്ഘട്ടങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനും ചിന്തകളെ ശുദ്ധീകരിക്കുന്നതിനും ഗ്രഹദോഷങ്ങൾ മാറുന്നതിനും ഗായത്രി മന്ത്രോപാസന അത്യുത്തമമായി കരുതുന്നു. ചെറുപ്പം മുതലേ ഗായത്രി മന്ത്രോപാസന ശീലമാക്കുന്നത് കുട്ടികളുടെ ബുദ്ധി വികാസത്തിന് കാരണമാകുന്നു. ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത വർദ്ധിക്കുകയും പഠനത്തിൽ മികവ് പുലർത്താനും സാധിക്കും. മുതിർന്നവരാണ് എപ്പോഴും കുട്ടികൾക്ക് മാതൃകയാവേണ്ടത്. അതിനാൽ കുട്ടികളിൽ ഇത്തരം ശീലങ്ങൾ വളർത്തേണ്ടത് മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും ഉത്തരവാദിത്വമാണ്. ഗായത്രി മന്ത്രത്തിലെ ഓരോ വാക്കും മനസ്സിനും ശരീരത്തിനും ഊർജം നൽകുന്നവയാണ്. ഇത്തരം നല്ല ശീലങ്ങളിലൂടെ തെളിഞ്ഞ ചിന്താശേഷിയുള്ള ഒരു നല്ല തലമുറയെ നമുക്ക് വാർത്തെടുക്കാനാകും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.